ദൈവത്തിൻ്റെ അധികാരത്തോട് മറുതലിച്ചാൽ അതിൻ്റെ പരിണിത ഫലം വളരെ ഭയാനകമായിരിക്കും. ദൈവം തരുന്ന സമൃദ്ധിയിലും ശക്തിയിലും അധികാരത്തിലും മതിമറന്ന് സ്വാർത്ഥതയിൽ ജീവിച്ചു വന്ന അനേകരുടെ ചരിത്രം നാം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ദൈവം ന്യായം വിധിച്ച രാഷ്ട്രങ്ങളുടെ ഗതി തന്നെ അവർക്ക് വന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. ജീവസന്ദേശം പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. ഒരു സമയത്ത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിന് അഭയം നൽകുക വഴി ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാനും അവസരം ലഭിച്ചവരായിരുന്നു മിസ്രയീം ജനത. എങ്കിലും പിന്നെ ഹൃദയം കഠിനപ്പെട്ട ഇവർ ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനുമെതിരെ തിരിയുവാനിടയായി തീർന്നു. ലോകരക്ഷിതാവായ ക്രിസ്തുവിന് പോലും ഒരു സമയത്തേക്ക് ഇടം നൽകിയ മിസ്രയീമിൻ്റെ ന്യായവിധി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൃപയിൽ നാം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാകുന്നു. യെഹെസ്കേൽ പ്രവചനം 29, 30 അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. യെഹെസ്കേൽ പ്രവചനം 28 അധ്യായത്തിൽ നാം സോരിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ചിന്തിച്ചു. സോരിൻ്റെ പ്രഭുവായ സാത്താനെക്കുറിച്ച് വിവരിക്കുന്നത് നാം പഠിച്ചു. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ, 28ൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ സീദോനെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ചാണ് എടുത്തു പറയുന്നത്. എന്നാൽ അതിൻ്റെ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ചല്ല പ്രവാചകൻ പറയുന്നത്. അവൻ പറയുന്നു വീഥികളിൽ രക്തം അയക്കുമെന്ന്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതിന് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി നമുക്കത് കാണുവാൻ സാധിക്കും. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം ശ്രദ്ധിക്കുക. വളരെ പ്രൗഢവും തലസ്ഥാന നഗരവുമായിരുന്ന സോർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും വീണ്ടും പണിയപ്പെടാനാവാത്ത വിധം സോർ കേവലം തകർന്നുപോയി. മീൻപിടുത്തക്കാർക്ക് വല ഉണക്കുവാൻ മാത്രം ഉപകരിക്കുന്ന ശൂന്യമായ ഒരു പാറക്കെട്ടിൻ്റെ സ്ഥലമായി അത് ശേഷിക്കുകയാണ് ഇന്ന്. എന്നാൽ സീദോൻ സോരിൽ നിന്നും ഏകദേശം 15 മൈലോളം ദൂരത്തുള്ള ഒരു പട്ടണമായിരുന്നു. അതും ന്യായം വിധിക്കപ്പെട്ടു. പക്ഷേ അത് നശിപ്പിക്കപ്പെട്ടില്ല. ഇന്നും ഈ പറഞ്ഞ സീദോൻ പട്ടണം നിലനിൽക്കുന്നു. സീദോൻ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുറമുഖ പട്ടണമാണ്. അവിടെ നിന്നും എണ്ണക്കപ്പലുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും പുറപ്പെട്ടു പോകുന്നു. എന്നാൽ അതിന് താഴെ കടൽ തീരത്ത് സോർ തകർന്ന് നാശമായി കിടക്കുന്ന ഒരു പഴയ പട്ടണമാണ്. അവിടെ ഒരു കൊച്ചു മീൻപിടുത്ത ഗ്രാമം മാത്രമേ ഇന്നുള്ളൂ. ദൈവം പറയുന്നു സോർ ഒരിക്കലും പണിയപ്പെടില്ല എന്ന്. താൻ എന്തു പറയുന്നു എന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഈ അധ്യായത്തിൽ സോർ നശിപ്പിക്കപ്പെടുമെന്നും അത് വീണ്ടും പണിയപ്പെടില്ലെന്നും ഉള്ള വ്യക്തമായ പ്രവചനം നൽകിയിരിക്കുന്നു. എന്നാൽ സീദോൻ ന്യായം വിധിക്കപ്പെടുമെങ്കിലും അത് നശിപ്പിക്കപ്പെടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഏകദേശം 25 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് നാം നോക്കുമ്പോൾ സോർ പട്ടണം അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ സീദോൻ ഇന്നും നിലനിൽക്കുന്നു. 28 അധ്യായത്തിൻ്റെ 25, 26 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 28, 25, 26 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായി യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. ദൈവം പറയുന്നത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുമെന്നാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും പരിപാടികളും ഒരിക്കലും സാത്താൻ തടസ്സപ്പെടുത്തിയില്ല. അവന് അതിന് കഴിയില്ല. അതേ സുഹൃത്തെ, തൻ്റെ സമയത്ത് ദൈവം അത് നിവർത്തിച്ചിരിക്കും. ഒരു ദൈവശാസ്ത്ര പണ്ഡിതനും ഇന്ന് ദൈവത്തിൻ്റെ പദ്ധതിയെ റദ്ദ് ചെയ്ത് ഇസ്രായേൽ മക്കളെ ആ ദേശത്ത് കൂട്ടിച്ചേർത്ത് സമാധാനത്തിലാക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർക്കണം. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നതിനാൽ ദൈവം അവരെ ന്യായം വിധിച്ചു.
അവർ ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തിൽ പോയിരിക്കുന്നു. ദൈവം അവരെ യഥാസ്ഥാനത്താക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ഇന്നായിത്തീർന്നിട്ടില്ല. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ, ജാതികൾ കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായി യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും, അവർ അതിൽ നിർഭയമായി വസിക്കും എന്ന്. ഇന്ന് നിർഭയമായി വസിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ചിന്തിച്ചു നോക്കിക്കാട്ടെ. ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികൾക്കെതിരെയുള്ള പ്രവചനങ്ങളിൽ 7ാമത്തേതും ഒടുവിലത്തേതുമാണ് മിസ്രൈമിനെതിരെയുള്ള ന്യായവിധി. യെഹെസ്കേൽ പ്രവചനം 29ഉം 30ഉം അധ്യായങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മോൻ, മോബാവ്, ഏദോം, ഫെലസ്തീയ, സോർ, സീദോൻ എന്നിവയ്ക്കെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു കഴിഞ്ഞു. ഇനിയും ശേഷിക്കുന്നത് മിസ്രൈമിനെതിരെയുള്ള ന്യായവിധിയാണ്. യാഥാസ്ഥിതികരായ പല വേദ വ്യാഖ്യാതാക്കളും മിസ്രൈമിനെതിരായ പ്രവചനങ്ങൾക്ക് സോറിനെതിരെയുള്ള പ്രവചനങ്ങളെക്കാൾ അധികം ശ്രദ്ധ നൽകുന്നുണ്ട്. എന്നാൽ സോറിനെതിരെയുള്ള പ്രവചനങ്ങളാണ് കൂടുതൽ ശ്രദ്ധേയമെന്നത്രേ എൻ്റെ പക്ഷം. മിസ്രൈമിനെതിരായ പ്രവചനവും അപ്രധാനമല്ല. ഇന്നത്തെ പഠനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ആലോചന നാം കാണുവാൻ പോവുകയാണ്. മിസ്രൈം ഒരു വലിയ രാഷ്ട്രമായിരുന്നു, സംശയമില്ല. അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളായി ആ രാഷ്ട്രം അതിൻ്റെ പ്രൗഢി നിലനിർത്തി പോന്നിരുന്നു. ഏറ്റവും പുരാതന രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു മിസ്രൈം. ഇത് ചരിത്രമറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ചും വേദപുസ്തക ചരിത്രം അല്പമെങ്കിലും പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ മിസ്രൈം ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. പ്രതിരോധത്തിനായി ഒരു മതിലിൻ്റെ ആവശ്യം പോലും അവർക്കില്ലായിരുന്നു. മാത്രമല്ല, മരുഭൂമി അതിനൊരു നല്ല പ്രതിരോധ നിര ആയിരുന്നു. അതിലേക്ക് ഒരു പ്രവേശന കവാടമേ ഉണ്ടായിരുന്നുള്ളൂ. അതാകട്ടെ ഈ നൈൽ നദിയുടെ താഴ്വരയിലൂടെ ആയിരുന്നു. അതുകൊണ്ട് മിസ്രൈമിൻ്റെ സുരക്ഷിതത്വത്തിനായി ആ ഭാഗത്ത് മാത്രം നല്ല ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയാൽ അന്ന് മതിയായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു വലിയ ശക്തി. മിസ്രൈമിലെ പട്ടണങ്ങൾക്ക് മതിലുകളില്ലായിരുന്നു. അതിൻ്റെ സംരക്ഷണത്തിന് മതിൽ ആവശ്യമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ്, മിസ്രൈമ്യർ 40 വർഷം പ്രവാസത്തിൽ പോകുമെന്ന്. യെഹെസ്കേൽ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ അവൻ അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. 29-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രൈം രാജാവായ ഫറവോൻ്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിസ്രൈമിനെക്കുറിച്ചും പ്രവചിച്ചു പറയേണ്ടതെന്തെന്നാൽ. മിസ്രൈം ദേശത്തിനെതിരായി ദൈവം വളരെ തീർച്ചയായ ഒരു നിലപാടെടുക്കുകയാണ്. തൻ്റെ ജനത്തെ ഇഷ്ടികക്കളത്തിൽ പീഡിപ്പിച്ച് തളർത്തിയതും അവരെ വിഗ്രഹാരാധന പരിചയപ്പെടുത്തിയതും അത് ചെയ്യുവാൻ പരിശീലിപ്പിച്ചതും മിസ്രൈമായിരുന്നു. 40 വർഷം മിസ്രൈം ഇസ്രായേലിന് ഒരു മുള്ളായി ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേലിയർ സഹായത്തിനായി നിരന്തരം മിസ്രൈമിനെ സമീപിച്ചു എന്ന് നാം കാണും. പക്ഷേ അവർ അപ്പോഴൊക്കെ വഞ്ചിക്കപ്പെട്ടതേ ഉള്ളൂ. ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ദൈവം പറയുന്നത് താൻ മിസ്രൈമിന് എതിരാണെന്നും അവർ നശിപ്പിക്കപ്പെടും എന്നും അത്രേ. 3-ാം വാക്യം 29-ന്റെ 3. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രൈം രാജാവായ ഫറവോനെ, തൻ്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇവിടെ മഹാനക്രം എന്ന് പറയുന്നത് മുതലയോ അഥവാ കടൽ ഭൂതമോ ഒക്കെ ആകാം. ഫറവോനെ ഇവിടെ മുതലയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അത് പറയുകയാണ്, ഈ കടൽ എൻ്റെ സ്വന്തമാണ്. എല്ലാ തരത്തിലുമുള്ള പക്ഷികളെയും ജന്തുക്കളെയും പ്രാണികളെയും മിസ്രൈമ്യർ ആരാധിച്ചിരുന്നു എന്നത് നമുക്കറിയാമല്ലോ. മിസ്രൈമ്യർക്ക് വന്ന ബാധകളെക്കുറിച്ച് ഓർക്കുന്നില്ലേ? പുറപ്പാട് പുസ്തകം 7 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട്. ആ ബാധകൾ ഓരോന്നായി നാം വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങൾക്ക് എതിരെ ആയിരുന്നു ഈ പറഞ്ഞ ബാധകളെല്ലാം തന്നെ. ആ ബാധകൾ വളരെ ഭീകരമായിരുന്നപ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ നർമ്മബോധത്തെ കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു എന്നത്ര ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്. ദൈവത്തിന് നർമ്മമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ എന്നോട് വാദിക്കാൻ വരണ്ട, സാരമില്ല.
ചിലർ അതിനോട് യോജിച്ചെന്ന് വരില്ല. ഞാനൊരു ഉദാഹരണം പറയാം. തവളത്തലയുള്ള ഹെക്ക എന്ന ദേവിയെ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക. അവർ അന്ന് ആരാധിച്ചിരുന്ന ഒരു ദേവിയാണ് ഹെക്ക. ഒരു ദിവസം നോക്കുമ്പോൾ അതാ നിങ്ങളുടെ ബെഡ്റൂമിൽ മുഴുവനും തവളകൾ. നിങ്ങൾ എന്തു ചെയ്യും? അതിനെ കൊല്ലാൻ തുടങ്ങുമോ? അയ്യോ, അതെങ്ങനെയാണ് കൊല്ലുന്നത്? ദേവിയല്ലേ. പക്ഷെ മിസ്രൈമ്യർക്ക് അതിനെ കൊല്ലാതിരിക്കാൻ കഴിയുമായിരുന്നോ? ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ആരാധനാമൂർത്തിയായ തവളകളെ കൊന്നുകൂട്ടുന്ന ആ മിസ്രൈമ്യരെ നോക്കി ദൈവം ചിരിക്കുന്നുണ്ടായിരുന്നിരിക്കും. ഇവിടെ പറയുന്ന ഫറോ ഹൊഫ്ര എന്ന പേരാണ്. ഫറോ എന്ന് പറയുന്ന സ്ഥാനപ്പേരാണല്ലോ. എന്നാൽ വ്യക്തികൾക്ക് വേറെ പേരുണ്ടായിരുന്നു, രാജാക്കന്മാർക്ക്. ഗ്രീക്കിൽ അവനെ അഫ്രീസ് എന്നും വിളിക്കും. മെഗദോ താഴ്വരയിൽ വെച്ച് യോശിയ രാജാവിനെ കൊന്ന ഫറോ നെക്കോ എന്ന് പറയുന്നത് വേറൊരു ഫറോൻ്റെ പേരാണ്. ആ ഫറോ നെക്കോയുടെ കൊച്ചുമകനാണ് ഈ പറഞ്ഞ ഫറോ ഹൊഫ്ര. യെരുശലേം ഉപരോധിക്കപ്പെട്ടപ്പോൾ യഹോയാക്കീൻ, സിദക്കിയാവ് എന്നീ 3 രാജാക്കന്മാർ ഫറോ ഹൊഫ്രയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അന്നത്തെ രാജാവായിരുന്നു ഫറോ ഹൊഫ്ര. പ്രവാചകനായി യിരെമ്യാവ് ഫറോ ഹൊഫ്രയുടെ വിനാശത്തെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കുക. യിരെമ്യാ പ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും, അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രൈമിനെയും അതിൻ്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും, ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കും എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും അവൻ്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും. അതിൻ്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികളുണ്ടാകും. മിസ്രൈമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ഈ പ്രവചനം ആ സമയത്ത് നിറവേറിയില്ലല്ലോ എന്ന് വിമർശകർ ഒരു വർഷം ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ പ്രവചനം നൽകിയതിന് 17 വർഷത്തിന് ശേഷമാണ് അതിന് നിവൃത്തിയുണ്ടായത്. എന്നിരുന്നാലും ഇത് നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുന്നു എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. അത് യെഹെസ്കേലിൽ കൂടി ഈ പ്രവചനം നൽകപ്പെടുമ്പോൾ അതിൻ്റെ തൽക്ഷണമായ നിറവേറലിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ 17 വർഷങ്ങൾക്ക് ശേഷം മിസ്രയീം നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്തു. മിസ്രയീമിന് എന്ത് സംഭവിക്കുമെന്നാണ് ദൈവം പറയുന്നത്? 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, 40 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്രയീമ്യരെ അവർ ചിന്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും. അതെ, കൃത്യം 17 വർഷങ്ങൾക്ക് ശേഷം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് മിസ്രയീമിനെ പ്രവാസത്തിലാക്കി, അടിമകളാക്കി. അവർ 40 വർഷത്തോളം അടിമകളായി കഴിഞ്ഞു. ആരാന്നോർക്കണം? മിസ്രയീം, ലോകശക്തിയായിരുന്ന മിസ്രയീം. ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിൽ കഴിഞ്ഞത് എത്ര വർഷമായിരുന്നു എന്ന് മറന്നിട്ടില്ലല്ലോ. അതെ, 70 വർഷം. ചിതറപ്പെട്ട മിസ്രയീമ്യരെ കൂട്ടിച്ചേർക്കുന്നതും താൻ തന്നെയാകുന്നു എന്നത്ര ദൈവം ഇവിടെ പറയുന്നത്. ഇനി 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ മിസ്രയീമിൻ്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവർ ഒരു ഹീനരാജ്യമായിരിക്കും. അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനമായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ ഉയർത്തുകയുമില്ല. അവർ ജാതികളുടെ മേൽ വാഴാതവണ്ണം ഞാൻ അവരെ കുറച്ചു കളയും. പുരാതന ലോകത്തെ മഹാശക്തിയായിരുന്ന ഈജിപ്റ്റ്, മിസ്രയീം, ചരിത്രത്തിൻ്റെ ആരംഭത്തിലൊരു മഹാ സാമ്രാജ്യമായി അത് പുറത്തു വന്നു. യഥാർത്ഥത്തിൽ ആർക്കും രണ്ടാമതല്ലാത്ത ഉന്നതമായ ഒരു സംസ്കാരം തങ്ങൾക്കുണ്ടായിരുന്നു. ഇക്കാര്യം അവരുടെ ശവകുടീരങ്ങളും സ്മാരക മന്ദിരങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഈജിപ്തിലെ മമ്മികളെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? പിരമിഡുകൾ. യവനന്മാർക്ക് ധാരാളം അറിവുകൾ മിസ്രയീമിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നത്രേ പല ചരിത്ര ഗവേഷകരും ഇന്ന് കരുതുന്നത്. അതെ, മിസ്രയീം ഒരു മഹാസാമ്രാജ്യമായിരുന്നു, മഹാശക്തിയായിരുന്നു, പുരാതന നഗരമായിരുന്നു, സംസ്കാര സമ്പന്നമായിരുന്നു.
പക്ഷേ ദൈവം പറയുന്നത്, നിന്നെ പിടിച്ചടക്കാൻ ഞാനിതാ നെബൂഖദ്നേസറിനെ അനുവദിക്കുവാൻ പോകുന്നു. അതുമാത്രമല്ല, 40 വർഷത്തേക്ക് നീ പ്രവാസത്തിലാകാനും പോകുന്നു. എന്നാൽ അതിൻ്റെ ഒടുവിൽ നീ സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതാണ്. പക്ഷേ നീ അവിടെ ഒരു ഹീനരാജ്യമായിരിക്കും. യഥാർത്ഥത്തിൽ അത് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഹീനമായിരിക്കും. ഇത് വെളിവാക്കുന്നത് അതത്രേ. ഇനി 29-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, ഞാൻ മിസ്രയീം ദേശത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന് കൊടുക്കും. അവൻ അതിലെ സമ്പത്തെടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും. അത് അവൻ്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. ഞാൻ അവന് മിസ്രയീം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. സോർ, മിസ്രയീം, ഇസ്രായേൽ എന്നിവർ ഉൾപ്പെടെ ഈ എല്ലാ രാഷ്ട്രങ്ങളെയും പിടിച്ചടക്കിയത് ബാബേലായിരുന്നു. ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. ബാബേൽ ആദ്യത്തെ ലോക മഹാസാമ്രാജ്യമായിരുന്നു. ഇനി നമുക്ക് 30-ാം അധ്യായത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാം. 30-ാം അധ്യായത്തിൽ മിസ്രൈമിനെക്കുറിച്ചുള്ള വിലാപമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ്കേൽ ഇവിടെ മിസ്രൈമിൻ്റെ ശൂന്യമാക്കലിനെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു ശൂന്യരാഷ്ട്രമാകുന്നു താനും. 30-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇവിടെ പിന്നെയും ആ വാചകം നാം കാണുന്നു. എത്ര പ്രാവശ്യമായി ഇത് പറയുന്നത് അല്ലേ? യെഹെസ്കേൽ എത്ര പ്രാവശ്യം ഈ ശൈലി ആവർത്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇത് ആരുടെ വാക്കുകളാണ് എന്നതിൽ നാം ഒട്ടും സംശയിക്കരുത് എന്ന് പ്രവാചകൻ ആഗ്രഹിക്കുകയാണ്. 2-3 വാക്യങ്ങളിൽ കാണുന്നു, മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അയ്യോ കഷ്ടദിവസം എന്ന് മുറയിടുവീൻ. നാൾ അടുത്തിരിക്കുന്നു, അതെ യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം, ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. അതെ, ഇത് മുറവിളിയുടെയും ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും സമയമാകുന്നു. എന്തിനെ ചൊല്ലിയാണ് മുറയിടേണ്ടത്? യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു എന്ന്. അത് മേഘമുള്ള ദിവസം. മേഘമുള്ള ദിവസം അവരെ സംബന്ധിച്ച് അസാധാരണമായിരുന്നു. മിസ്രയീം ദേശത്ത് ആ ഭാഗത്ത് ആണ്ടിൽ 1 ഇഞ്ചിൽ താഴെ മാത്രമേ മഴ ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ആകാശത്ത് വളരെ മേഘങ്ങളൊന്നും കാണുക അപൂർവമായിരുന്നു. അവർക്ക് ആവശ്യമായ വെള്ളത്തിന് അവർ ആശ്രയിച്ചിരുന്നത് ഈ നൈൽ നദിയായിരുന്നു, നീലനദിയായിരുന്നു. ഇടയ്ക്ക് പറയട്ടെ, നൈൽ നദിയിലെ മുതലയെ അവർ ആരാധിച്ചിരുന്നു. അതുമാത്രമല്ല, സകല മൃഗജാതികളെയും പറവജാതികളെയും പ്രാണിവർഗത്തെയും ഒക്കെ അവർ ആരാധിച്ചിരുന്നു. സകല ക്ഷുദ്രജീവികളെയും ആരാധിച്ചിരുന്നു. അവരുടെ ആരാധനാമൂർത്തികളായിരുന്നു ഈ പറഞ്ഞതൊക്കെ. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമിൻ്റെ നേരെ വാൾ വരും, മിസ്രൈമിൽ നിഹിതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും. മിസ്രൈമും കൂശും, അതായത് എത്യോപ്യയും തമ്മിൽ സഖ്യതയുണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു. എങ്കിൽ കൂടിയും പല സമയത്തും ഈ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ശത്രുതയും പോരാട്ടങ്ങളും ഉണ്ടായതായി നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, കൂശ്യരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കുബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ട് വീഴും. ഈ സമയത്ത് ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം തമ്മിൽ സഖ്യതയുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് ലോക ഭരണാധികാരി ആയിരുന്നത് ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ ആയിരുന്നു. അവരൊക്കെയും ആ നെബൂഖദ്നേസറിൻ്റെ അടിമകളായിരുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ 4 ലോക മഹാസാമ്രാജ്യങ്ങൾക്ക് നെബൂഖദ്നേസർ സ്വർണ്ണ തലയായിട്ടാണ് നാം കാണുന്നത്. ഇനിയും 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, യെഹെസ്കേൽ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മിസ്രൈമിനെ താങ്ങുന്നവർ വീഴും, അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം താണുപോകും, സെവന ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇസ്രായേൽ മാത്രമല്ല, ഈ പറയുന്ന എല്ലാ രാഷ്ട്രങ്ങളും സഹായത്തിനായി മിസ്രൈമിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ശിക്ഷിക്കപ്പെടുവാൻ പോകുന്നു. 12-ാം വാക്യത്തിലേക്ക് ഞാൻ ഇനിയും വരികയാണ്. 30-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം,
ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും. ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും. യഹോവയായ ഞാനത് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ നദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം മുമ്പ് കണ്ടതുപോലെ നൈൽ നദിയിൽ നിന്നുള്ള ശാഖകളാണ്, തോടുകളാണ്, കനാലുകൾ. അവ ഒരുപാടുണ്ടായിരുന്നു. ആ ഫലഭൂയിഷ്ഠമായ പ്രദേശത്ത് കനാലുകൾ വളരെയധികം ആവശ്യമായിരുന്നു. മിസ്രൈമിൽ നിന്നും ആദ്യം പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ ജനം താവളമടിച്ച ഗോശൻ ദേശം ഇതിനടുത്തായിരുന്നു. ഇവിടെ നാം വായിച്ചു, ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും എന്ന്. മഹാനായ അലക്സാണ്ടറിൻ്റെ മുന്നിൽ പിന്നീട് മിസ്രൈം തകർന്ന് തരിപ്പണമായി. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ജനറൽമാർ അവൻ പിടിച്ചടക്കിയ ദേശത്തിന്മേൽ വാണു. മിസ്രൈമ്യ അല്ലാത്ത യവന സ്ത്രീയായ ക്ലിയോപാട്ര മിസ്രൈമിൽ ഭരണം നടത്തി. നാം വായിച്ചു, ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കുമെന്ന്. അന്യജാതികൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വിദേശികളെ ഉദ്ദേശിച്ചാണ്. അതെ, മിസ്രൈം വിദേശ രാഷ്ട്രങ്ങളുടെ അധീനതയിലായിത്തീർന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ദൈവം പറഞ്ഞു താൻ ആ ദേശത്തെ ശൂന്യമാക്കുമെന്ന്. ഇന്ന് നാം കാണുന്നത് അതുതന്നെയാണില്ലേ? പ്രൗഢി നഷ്ടപ്പെട്ട ഒരു ലോക സാമ്രാജ്യം. മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം ഇനിയും ശ്രദ്ധിച്ചാട്ട് 13-ാം വാക്യത്തിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. ഇനി മിസ്രൈം ദേശത്ത് നിന്നൊരു പ്രഭു ഉത്ഭവിക്കുകയില്ല. ഞാൻ മിസ്രൈം ദേശത്ത് ഭയം വരുത്തും. ദൈവം പറയുന്നു, ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന്. യെഹെസ്കേലിൻ്റെ കാലത്ത് മിസ്രൈമിലെ ഒരു മഹാനഗരമായിരുന്നു ഈ നോഫ് എന്ന് പറയുന്നത്. അതുവരെ സമൃദ്ധമായ പട്ടണമായിരുന്നു. അതോടൊപ്പം വിഗ്രഹങ്ങളുടെ ഒരു ബാഹുല്യവും ഈ പറഞ്ഞ നോഫിലുണ്ടായിരുന്നു. പട്ടണത്തിൻ്റെ തെരുവിൽ ഇരുവശത്തും വിഗ്രഹങ്ങൾ ഒന്നിനോടൊന്ന് തൊട്ട് അവർ സ്ഥാപിച്ചിരുന്നു. ആ പട്ടണത്തിൻ്റെ ഒരു അലങ്കാരമായിരുന്നു വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതിനെ അലങ്കരിച്ചിരുന്നത് അതുകൊണ്ടാണ്. നോഫിലുള്ളതുപോലെ മറ്റെവിടെയും നിങ്ങൾക്ക് ഇത്രമാത്രം വിഗ്രഹങ്ങളെ കാണുവാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ദൈവം പറയുകയാണ്, നോഫിൽ നിന്നും വിഗ്രഹങ്ങളെ മുഴുവൻ താൻ തുടച്ചു നീക്കുമെന്ന്. അതങ്ങനെ സംഭവിച്ചിരിക്കുന്നു. താൻ പറഞ്ഞത് എന്താണോ അത് തീർച്ചയായും ദൈവം ചെയ്തിരിക്കുന്നു. വിഗ്രഹങ്ങളെ താൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനിയും മിസ്രൈം ദേശത്ത് നിന്നൊരു പ്രഭു ഉത്ഭവിക്കയില്ല എന്ന് നമ്മൾ വായിച്ചു. മിസ്രൈമിൽ ഇന്ന് രാജവംശാവലി, റോയൽ ഫാമിലി എന്നൊന്നില്ല. അവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണകർത്താവിനെ മഹാനെന്ന് വിളിക്കാനും കഴിഞ്ഞിട്ടില്ല. അവരെല്ലാവരും ദുരിതാശ്വാസത്തിനും സഹായത്തിനുമായി മറ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെ കൈനീട്ടിയിട്ടുണ്ട് എന്ന് നാം കാണുന്നു. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമിൻ്റെ കോട്ടയായ സീനിൽ ഞാൻ എൻ്റെ ക്രോധം പകരും. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ച് കളയും. മിസ്രൈമിൻ്റെ കോട്ടയായ സീനിൽ ഞാൻ എൻ്റെ ക്രോധം പകരും. സീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പെലൂസിയ ആണ്. പെലൂസിയ ഇന്ന് അത് പൂർണ്ണമായും മണ്ണിൽ മറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ്, കാണാനില്ല. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ച് കളയുമെന്ന് വായിച്ചല്ലോ. അപ്പർ നൈലിലെ അല്ലെങ്കിൽ നീലനദിയുടെ ഈ അപ്പർ ഭാഗത്ത്, മുകളിലത്തെ ഭാഗത്തൊരു വലിയ പട്ടണമായിരുന്നു നോവ് എന്ന് പറയുന്നത്. അതിൻ്റെ മഹത്വം മുഴുവൻ നഷ്ടമായിരിക്കുന്നു. അതിനും നാശം വന്നിരിക്കുന്നു. അടുത്ത വാക്യങ്ങൾ മിസ്രൈമിലെ ഒരു വലിയ പട്ടണത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അവയൊക്കെയും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ ഇനിയും 20-21 വാക്യങ്ങൾ വായിക്കാം. 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, മിസ്രൈം രാജാവായ ഫറവോൻ്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല. മിസ്രൈം വീഴുമെന്ന് ദൈവം ഒരിക്കൽ കൂടി ഇവിടെ പ്രസ്താവിക്കുകയാണ്. മിസ്രൈമിലെ ഭരണകർത്താക്കളുടെ ചിത്രത്തിലെല്ലാം അവരുടെ കയ്യിൽ ഒരു വാൾ പിടിച്ചിരിക്കുന്നതായി കാണാം. ഈ വാൾ അവരുടെ ശക്തിയുടെ ചിഹ്നമായിരുന്നു. ദൈവം പറയുകയാണ്, മിസ്രൈം രാജാവായ ഫറവോൻ്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. ഒടിഞ്ഞ കൈകൊണ്ട് വാൾ പിടിക്കുന്നത് സാധിക്കില്ലല്ലോ. ദൈവം പിന്നെയും പറയുകയാണ്, അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സിക്കുകയില്ല എന്ന്. ഇവിടെ
ഞാൻ അവൻ്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും. വാളിനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയുകയും ചെയ്യുമെന്നത്രേ ദൈവം പറയുന്നത്. മുമ്പ് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ള മിസ്രൈമിൻ്റെ ആത്മാർത്ഥത ഇല്ലാത്ത പരിശ്രമത്തിൽ അവരുടെ കൈ ഒടിഞ്ഞിരുന്നു. പക്ഷേ അത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ന്യായവിധിയുടെ ആരംഭം മാത്രമേ ആയിരുന്നുള്ളൂ. ദൈവം പറയുകയാണ്, മിസ്രൈമിൻ്റെ 2 കൈകളും താൻ ഒടിക്കുമെന്ന്. ഒടിഞ്ഞതും ഒടിയാത്തതും അതെ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മിസ്രൈമിനെ സമ്പൂർണ്ണമായി തകർത്ത് കളയും എന്നത്രേ ദൈവം പ്രവാചകനിലൂടെ അറിയിക്കുന്നത്. തന്നെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുവാനുള്ള അവളുടെ ശക്തി പൂർണ്ണമായും എടുത്തു മാറ്റപ്പെടുവാൻ പോകുന്നു. ദൈവം നൽകുന്ന ദാനത്തെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ അഹങ്കാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വലിയ പാഠം നമുക്കിതിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും. നാശത്തിന് മുമ്പ് ഗർവം, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നത ഭാവം എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതേ സുഹൃത്തെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹം. ജീവിതത്തിൽ നിഗളമുണ്ടെങ്കിൽ അത് നമ്മെ വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതം താഴ്മയുടെയും വിനയത്തിൻ്റെയും ഒരു അനുഭവമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജഡത്തിൻ്റെയും ഭുജബലത്തിൻ്റെയും നിഴൽ രൂപം മിസ്രൈം സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല എന്ന് വിശുദ്ധ പൗലോസും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവും അവിടുത്തെ ശക്തിയുമാകട്ടെ നമ്മുടെ ബലത്തിൻ്റെ ആധാരം.